Good morning. Let us discuss a poem on his blindness by John Milton. This is our author, John Milton. John Milton is an English writer and he was born on December 9, 1608 in London, and he began to lose his eyesight in 1644 and went completely blind around 1650 at the age of 43. And he died on November 8, 1674 in London, England. His famous works are Paradise Lost, Paradise Regained, and Samson Agonistus. Dear children, please read about the poet from your textbook. This is an autobiographical sonnet. In 1650s or in 1674, Milton completely became blind and he was unable to serve God with his best talent. What is his best talent? His poetic ability. And in this poem on his blindness, Milton is complaining to God that his talent cannot be served for the rest of his life. But his own patience answered him, God's best servants are the ones who bear their burden the best. God does not need any man's work or offerings or gift. Thousands of angels are always ready to carry out his orders in the ocean, sky, and on the land. Ultimately, the poet accepts the greatness of God and agrees with the fact that people who perform their duties with patience serve him the best. മിൽട്ടൺ ബ്ലൈൻഡ് ആയതിനു ശേഷം തൻ്റെ പോയറ്റിക് ടാലൻറ്റ് എങ്ങനെ ഉപയോഗിക്കും അല്ലെ പോയറ്റിക് ടാലൻറ്റ് ദൈവത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കും എന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഈ പോയം എഴുതുന്നത്. അദ്ദേഹം പറയാണ്, ഞാൻ എൻ്റെ പകുതി ജീവിതം ജീവിച്ചു തീർത്തത് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ ഇനിയുള്ള കാലം ഞാൻ എങ്ങനെ എൻ്റെ പോയറ്റിക് ടാലൻറ്റ്, ദൈവം എനിക്ക് തന്ന ടാലൻറ്റ് ഞാൻ എങ്ങനെ വിനിയോഗിക്കും എന്ന കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പേടിയാകുമെന്നാണ് പറയുന്നത്. കാരണം ഈ ടാലൻറ്റ് ഉപയോഗിക്കാനുള്ളതാണ്, അത് വെറുതെ സൂക്ഷിച്ച് വെക്കാനുള്ളതല്ല അല്ലേ. ടാലൻറ്റ് മണ്ണിൽ കുഴിച്ചിട്ടാൽ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല, അത് നമ്മൾ വിനിയോഗിക്കുക തന്നെ ചെയ്യണം. ബിബ്ലിക്കൽ ആയിട്ടുള്ള അല്യൂഷൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് മിൽട്ടൺ പറയാണ്, ടാലൻറ്റ് വിനിയോഗിക്കാനുള്ളതാണ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് മനുഷ്യരുടെ സമ്മാനങ്ങളോ അല്ലെങ്കിൽ മനുഷ്യരുടെ ഓഫറിങ്സോ ഒന്നും ആവശ്യമില്ല. മനുഷ്യൻ്റെ വർക്കൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ബട്ട് ദൈവം മനുഷ്യന് തന്നിരിക്കുന്ന ടാലൻറ്റ് വിനിയോഗിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പം നമ്മൾ ഈ പോയത്തിൽ കാണാനായിട്ട് സാധിക്കും, പോയറ്റ് ഗോഡിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യാണ്, തൻ്റെ പോയറ്റിക് ടാലൻറ്റ് വിനിയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്യാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ പേഷ്യൻസ്, അദ്ദേഹത്തിൻ്റെ തന്നെ മനസാക്ഷി ഇദ്ദേഹത്തിൻ്റെ ഈ പരാതിക്ക് ആൻസർ കൊടുക്കുകയാണ്. ഇവിടെ നമുക്കൊരു പോയറ്റിക് ഡിവൈസ് കാണാം, പേഴ്സണിഫിക്കേഷൻ. പേഷ്യൻസിന് ഒരു ഹ്യൂമൻ ക്വാളിറ്റി കൊടുത്തിരിക്കുകയാണ്. പേഷ്യൻസ് പറയാണ്, സന്തോഷത്തോടെ തങ്ങളുടെ മുഖം വഹിക്കുന്നവർ അല്ലെങ്കിൽ ബേർഡൻസ് ഒക്കെ സന്തോഷത്തോടെ ചുമക്കുന്നവരാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട സേവകർ, അല്ലെ അവരാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവർ എന്ന് നമ്മുടെ പോയറ്റിൻ്റെ പേഷ്യൻസ് തന്നെ ആൻസർ കൊടുക്കുകയാണ്. അങ്ങനെ അൾട്ടിമേറ്റ്ലി പോയറ്റ് അക്സെപ്റ്റ്സ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ഗോഡ്. ഇതൊരു സോണറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഡു യു നോ വാട്ട് ഈസ് എ സോണറ്റ്? എ sonnet came from Italian word sonetto, which means little song. It is a lyric poem consists of 14 lines written in iambic pentameter. Sonnet is a 14-lined poem. And there are different kinds of sonnets like Italian sonnet, Shakespearean sonnet, etc. And this sonnet on Milton's On His Blindness is an Italian sonnet. And each type of sonnet has its own specific rhyme scheme and arrangement. On His Blindness is an Italian sonnet and its rhyme scheme is
ABBA, ABBA, CDE, CDE. This is the traditional rhyme scheme of all Italian sonnets. Okay, ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ജോൺ മിൽട്ടൺ ഈ സോണറ്റ് പബ്ലിഷ് ചെയ്യാനായിട്ട് കൊടുത്തപ്പോൾ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന ഹെഡിങ് ഒന്നും ഇട്ടിരുന്നില്ല. സോണറ്റ് 16 എന്നാണല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. സോണറ്റ് 19 ആയിട്ട് പബ്ലിഷ് ചെയ്യാനാണ് ശരിക്കും ജോൺ മിൽട്ടൺ ഈ സോണറ്റ് കൊടുത്തിരുന്നത്. ബട്ട് പബ്ലിഷായി വന്നപ്പോൾ സോണറ്റ് 16 എന്നാണ് ടൈറ്റിൽ വന്നത്. ബട്ട് ഇപ്പോൾ സോണറ്റ് 19 സോണറ്റ് 16 ഒക്കെ മാറി മാറി ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്നുള്ള ഒരു പോയത്തെക്കുറിച്ച് പറയാറുണ്ട്. സ്ട്രക്ചർ നോക്കാം. ദിസ് ഇസ് എ biblical story and Italian sonnet. Its rhyme scheme is ABBA, ABBA, CDE, CD. It is a traditional rhyme scheme and tone of the speaker is frustration and anger. He is frustrated about his loss of eyesight. Italian poems were most famous for writing about love. Milton departs from that conventional topic to deal with a very patriarchal physical problem, but a problem with many broader spiritual implications. ഇറ്റാലിയൻ പോംസ് ഒക്കെ മെയിനായിട്ടും ലവിനെ കുറിച്ചൊക്കെയാണ് എഴുതിയിരുന്നത്. സോണറ്റ്സ് മിക്കവാറും സോണറ്റ്സും ലവിനെ കുറിച്ചും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ബട്ട് മിൽട്ടൺ ഒരു ഫിസിക്കലായിട്ടുള്ള പേഴ്സണലായിട്ടുള്ളൊരു പ്രോബ്ലത്തെ സ്പിരിച്വൽ ആയിട്ടുള്ള കണ്ടന്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോൺ മിൽട്ടണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒരു സ്പെസിഫിക് പ്ലേസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. ലെറ്റ് us read and analyze this poem on his blindness. When I consider how my light is spent, or half my days in this dark world and wide, and that one talent which is dead to hide, lost with me useless, though my soul more bent to serve there with my Maker, and present my true account, less the returning child. Doth God exact day labor light deny? I fondly ask, but patience to prevent that murmur soon replies. God doth not need either man's work or his own gifts, who best bear his mild yoke, they serve him best. His state is kingly, thousands at his bidding speed, and post over land and ocean without rest. They also save, who only stand and wait. When I consider how my light is spent, here poet is thinking about how he spent his life. Here, light is a metaphor. Light is a metaphor for life. He's thinking about his life. When I consider how my light is spent, here, poet is thinking about his life. Thinking about how he spent his life all these days. ലൈറ്റ് എന്നുള്ളത് ഇവിടെ ഒരു മെറ്റഫറാണ്. ലൈറ്റിന് നമുക്ക് ലാമ്പ്, ചാലഞ്ച് അല്ലെ ഐസൈറ്റ് എന്നൊക്കെ ഇവിടെ മീനിങ് കൊടുക്കാം. ഇദ്ദേഹത്തിൻ്റെ ടാലൻസ് ഇത്ര കാലം എങ്ങനെ വിനിയോഗിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കാഴ്ചയുണ്ടായിരുന്ന കാലഘട്ടത്തെക്കുറിച്ച്, ആ ജീവിതത്തെക്കുറിച്ച് ഇദ്ദേഹം ചിന്തിക്കുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് ഒരു ഫ്രസ്ട്രേഷനാണ് ഉണ്ടാകുന്നത്. Half my days in this dark world and wide. ഓൾഡ് ഇംഗ്ലീഷ് യൂസേജ് ആണ്. മോഡേൺ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ബിഫോർ എന്നാണ്. എന്ന് പറയുമ്പോൾ ബിഫോർ ഹാഫ് മൈ ഡേയ്സ് ഇൻ ദിസ് ഡാർക്ക് വേൾഡ് ആൻഡ് വൈഡ്. ഇവിടെ ഡാർക്ക് വേൾഡ് ആൻഡ് വൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ പോയറ്റിൻ്റെ ലോൺലിനെസ്സും ഡെസ്പെയറും ഒക്കെയാണ് ഇവിടെ എംഫസൈസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒരു പോയറ്റിക് ഡിവൈസ് കൂടെ കാണാം, അലിറ്ററേഷൻ. സൗണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, അലിറ്ററേഷൻ. ആൻഡ് ഈസ് തിങ്കിങ് ദാറ്റ് when I consider
How my light is spent before half my days in this dark world and wide. John Milton became blind when he was young. പോയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അല്ലെ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്പാനിൻ്റെ പകുതി പോലും ആകുന്നതിന് മുമ്പ് തന്നെ ബ്ലൈൻഡായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടാലൻ്റൊക്കെ യൂസ് ചെയ്ത് അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ആൻഡ് ദാറ്റ് വൺ ടാലൻറ്റ് വിച്ച് ഈസ് ഡെത്ത് ടു ഹൈഡ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ടാലൻ്റ് എന്താണ്? പോയറ്റിക് ജീനിയസ് അല്ലേ? അദ്ദേഹത്തിൻ്റെ പോയം എഴുതാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവാണ്. ആൻഡ് ദാറ്റ് വൺ ടാലൻറ്റ് വിച്ച് ഈസ് ഡെത്ത് ടു ഹൈഡ്. ഇവിടെ വിച്ച് ഈസ് ഡെത്ത് ടു ഹൈഡ്. ടാലൻറ്റ് ഒളിപ്പിച്ച് വെക്കുക എന്നുള്ളത് മരണത്തിന് തുല്യമാണ്. അല്ലെങ്കിൽ ടാലൻറ്റ് ഒളിപ്പിച്ച് വെക്കുന്നവർക്ക് കൂടുതലായിട്ടൊന്നും ലഭിക്കുകയില്ല എന്നുള്ളത് ഒരു ബിബ്ലിക്കലായിട്ടുള്ളൊരു അല്യൂഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇറ്റ് ഈസ് എ സിൻ ടു ഹൈഡ് വൺസ് ടാലൻസ് or it is punishable by death. ബൈബിളിൽ പാരബിൾ ഓഫ് ദ ടാലൻസ് ഉണ്ട്. സെൻറ്റ് മാത്യു ചാപ്റ്റർ 25 വേർഡ്സ് 14 to 30. പാരബിൾ ഓഫ് ടാലൻസ് ആണ്. ആ താലന്തുകളെക്കുറിച്ചുള്ള ഉപമ അതാണ് പോയറ്റ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അല്യൂഷൻ യൂസ് ചെയ്തിരിക്കുകയാണ്. പോയറ്റിക് ഡിവൈസ് അല്യൂഷൻ യൂസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്താണ് ഈ പാരബിൾ ഓഫ് ടാലൻസ് എന്ന്. മാത്യു ചാപ്റ്റർ 25 വേർഡ്സ് 14 to 30. The parable of the talents. Then he who had received the one talent came and said, Lord, I knew thee, that thou art a hard man, reaping where thou hast not sown, and gathering where thou hast not strawed. And I was afraid, and went and hid thy talent in the earth. Lo, there thou hast that which is thine. His Lord answered and said unto him, Thou wicked and lazy servant, thou knewest that I reap where I sowed not, and gather where I have not strawed. Thou oughtest therefore have put my money to the exchange, and then at my coming I should have received mine on the interest. Take therefore the talent from him, and cast the unprofitable servant into outer darkness. There shall be weeping and gnashing of teeth. ഇതാണ് പാരബിൾ ഓഫ് ദ ടാലൻസ്. ഒരാൾ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തൻ്റെ ഭൃത്യന്മാരെയൊക്കെ വിളിച്ച് സമ്പത്ത് അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് ഓരോരുത്തർക്ക് 5 താലന്തും 2 താലന്തും 1 താലന്തും ഒക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് ആൾ യാത്ര തിരിക്കുകയാണ്. അപ്പം അതിനുശേഷം യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒരു 5 താലന്ത് ലഭിച്ച ഒരാൾ വീണ്ടും 5 കൂടെ സമ്പാദിച്ചു. വ്യാപാരമൊക്കെ ചെയ്ത് 5 കൂടെ സമ്പാദിച്ചു. 2 താലന്ത് കിട്ടിയവനും 2 കൂടി സമ്പാദിച്ചു. എന്നാൽ 1 താലന്ത് ലഭിച്ചവനാണെങ്കിൽ ആ താലന്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. താലന്ത് എന്ന് പറഞ്ഞാൽ സമ്പത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. യജമാനൻ വരുമ്പോൾ തന്നത് തന്നെ എടുത്ത് തിരിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് കുഴിച്ചിടുകയാണ് ചെയ്തത്. അപ്പോൾ യജമാനൻ വന്നപ്പോഴത്തേക്കും ഈ താലന്ത് കൊണ്ടുപോയി മണ്ണിൽ കുഴിച്ചിട്ട ഒരു ഭൃത്യൻ വന്ന് പറയാണ്, Lord, I knew thee, that thou art a hard man, reaping where thou hast not sown, and gathering where thou hast not strawed. And I was afraid, and went and hid thy talent in the earth. Lo, there thou hast that which is thine. പറയാണ്, യജമാനെ, നീ വിതയ്ക്കുന്നത് കൊയ്യുകയും വിതയ്ക്കാത്തിടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തിടത്തു നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയായതുകൊണ്ട് നീ തന്ന ആ താലന്ത് ഞാൻ മണ്ണിൽ കുഴിച്ചിട്ടു. എന്നിട്ട് പറയാണ്, ഇതാ നീ എനിക്ക് തന്ന താലന്ത് നീ അത് എടുത്തോളുക എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുകയാണ് ആ താലന്ത്. അപ്പം യജമാനന് വളരെയധികം ദേഷ്യം തോന്നി. ബാക്കി 2 ഭൃത്യന്മാരും കൂടുതൽ സമ്പാദിച്ചുകൊണ്ടാണ് കൊടുത്തത്. എന്നാൽ ഈ ഭൃത്യൻ മാത്രം കൊടുത്തത് വിനിയോഗിക്കാതെ മണ്ണിൽ കുഴിച്ചിടുകയാണ് ചെയ്തത്. അപ്പോൾ ദേഷ്യപ്പെട്ട് നമ്മുടെ
യജമാനൻ, ഈ സമ്പത്ത് കൊടുത്തിട്ട് പോയ യജമാനൻ പറയാണ്, ദുഷ്ടനായ ഭൃത്യ, മടിയനായി ഭൃത്യ, നീ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? നിനക്ക് ഒന്നുമില്ലെങ്കിൽ നിനക്ക് എൻ്റെ ഈ നാണയം വ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കാൻ മേലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വരുമ്പോൾ പലിശ സഹിതം ഞാൻ നിനക്ക് തന്ന ടാലൻറ്റ് തിരിച്ച് വാങ്ങാമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ യജമാനൻ പറയാണ്, ആ താലന്ത് അവനിൽ നിന്ന് എടുത്ത് 10 താലന്ത് ഉള്ളവന്, അതായത് ഏറ്റവും 5 താലന്ത് കൊടുത്തവൻ 5 കൂടി സമ്പാദിച്ചു, അങ്ങനെ 10 താലന്ത് ഉള്ളവന് കൊടുക്കുക എന്ന് പറയാണ്. 5 ഈ പ്രയോജനമില്ലാത്ത ഭൃത്യൻ, മടിയനായ ഭൃത്യൻ, യജമാനെ കുറിച്ച് തെറ്റായ രീതിയിൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഈ ഭൃത്യനെ പുറത്ത് കാരാഗ്രഹത്തിലേക്ക് തള്ളിയിടുക, അവിടെ വിലാപവും പല്ലുകടിയും ഒക്കെയുള്ള ദുരിതം നിറഞ്ഞ സ്ഥലത്തേക്ക്, കാരാഗ്രഹത്തിലേക്ക് തള്ളിക്കളയുക എന്ന് പറഞ്ഞ് ആ യജമാനൻ ഈ താലന്ത് വിനിയോഗിക്കാതിരുന്ന ഈ ഭൃത്യനെ കാരാഗ്രഹത്തിലേക്ക് തള്ളിയിടുകയാണ്. ദുരിതം നിറഞ്ഞ വിലാപവും പല്ലുകടിയും, കണ്ടോ, വീപ്പിംഗ് ആൻഡ് നാഷിങ് ഓഫ് ടീത്ത്, വിലാപവും പല്ലുകടിയും ഒക്കെ നിറഞ്ഞ് കാരാഗ്രഹത്തിലേക്ക് തള്ളിവിടുകയാണ്. അങ്ങനെയാണ് ടാലൻറ്റ് വിനിയോഗിക്കാതിരുന്നാൽ ദുരിതങ്ങളായിരിക്കും വരിക, അല്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ജോൺ മിൽട്ടൺ ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് വൺ ടാലൻറ്റ് വിച്ച് ഈസ് ഡെഡ് ടു ഹൈഡ് ലോഡ്സ് വിത്ത് മീ യൂസ്ലെസ് ദോ മൈ സോൾ മോർ ബെൻറ്റ് ടു സെർവ് ദേ വിത്ത് മൈ മേക്കർ ആൻഡ് പ്രസൻറ്റ്. ഇവിടെ നമ്മുടെ ജോൺ മിൽട്ടൺ ഒരു ടാലൻറ്റ് ലഭിച്ചിട്ടുണ്ട്, പോയറ്റിക് ജീനിയസ്, പോം എഴുതാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ടാലൻ്റാണ്. ബട്ട് അത് യൂസ്ലെസ് ആയിപ്പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ബിറ്റർ ഫീലിംഗ് ആണ്, ഒരു ഡെസ്പയർ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഹിസ് ടാലൻറ്റ് ഈസ് വർത്ത്ലെസ് എന്നാണ് ജോൺ മിൽട്ടൺ പറയുന്നത്. ദോ മൈ സോൾ മോർ ബെൻറ്റ്, സോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ്, അദ്ദേഹത്തിൻ്റെ ഇന്നർ സെൽഫ് വാസ് മോർ ഡിറ്റർമൈൻഡ് ദാൻ എവർ. ഇപ്പം ബ്ലൈൻഡ് ആയെങ്കിലും ദൈവത്തിന് വേണ്ടി ഡ്യൂട്ടി ചെയ്യാൻ, അല്ലെ ടാലൻസ് വിനിയോഗിക്കാൻ, ടാലൻസ് യൂസ് ചെയ്യാൻ അദ്ദേഹം വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്, അദ്ദേഹം വളരെ ഡിറ്റർമൈൻഡ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ടു സെർവ് ദർ വിത്ത് മൈ മേക്കർ ആൻഡ് പ്രസൻറ്റ് മൈ ടാലൻസ്, ഇദ്ദേഹത്തിൻ്റെ ടാലൻസ് വേസ്റ്റ് ആയിപ്പോയി, അല്ലെ ഇദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ മേക്കറിനെ സെർവ് ചെയ്യാൻ പറ്റുന്നില്ല. മേക്കർ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഗോഡാണ്, ദൈവത്തെയാണ് മേക്കർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ടാലൻസ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് പ്രസൻറ്റ് മൈ ട്രൂ അക്കൗണ്ട് ലെസ് ഹി റിട്ടേണിങ് ചൈൽഡ്. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ട്രൂ ടാലൻറ്റ് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ലസ്റ്റ് എന്ന് പറയുമ്പോൾ അൺലെസ്, ന്യൂ ഇംഗ്ലീഷ് യൂസേജിൽ അൺലെസ് എന്നതിന് ഓൾഡ് ഇംഗ്ലീഷ് യൂസേജ് ആയിരുന്നു ലെസ്റ്റ്. unless he returning child. ഈ റിട്ടേണിങ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ സ്കോൾഡ്, വഴക്ക് പറയുക എന്നാണ്. ചൈൽഡ് എന്ന വാക്കിനർത്ഥം സ്കോൾഡ് ചെയ്യുക, വഴക്ക് പറയുക എന്നാണ്. അപ്പം ദൈവത്തിൻ്റെ തിരിച്ചുവരവിൽ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിൽ, ജഡ്ജ്മെൻറ്റ് ഡേയിൽ തൻ്റെ ടാലൻറ്റ് ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞ് ജോൺ മിൽട്ടണെ ദൈവം ശിക്ഷിക്കും, അല്ലെ വഴക്ക് പറയും. എന്നിട്ട് ചോദിക്കുകയാണ്, പരാതിയായിട്ട് ദൈവത്തോട് ചോദിക്കുകയാണ്, ഡോത്ത് ഗോഡ് എക്സാക്ട് ഡേ ലേബർ ലൈക്ക് ഡിനൈഡ്. ഡോത്ത് എന്ന് പറഞ്ഞാൽ ഡസ് എന്നാണ്, ഓൾഡ് ഇംഗ്ലീഷ് യൂസേജ് ആണ് ഡോത്ത്, അതിന് മോഡേൺ ഇംഗ്ലീഷാണ് ഡസ്. ഡസ് ഗോഡ് എക്സാക്ട് ഡേ ലേബർ ലൈറ്റ് ഡിനൈഡ്. എപ്പം കാഴ്ച നഷ്ടപ്പെടുത്തിയതിന് ശേഷവും ദൈവം ഒരു മനുഷ്യനിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് മുഴുവൻ ഉപയോഗിക്കണം എന്ന് ഡിമാൻഡ് ചെയ്യുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതി. Does God demand a full day's work even if you are blind? I fondly ask. ഫോൺലി എന്ന് പറയുമ്പോൾ അദ്ദേഹം വളരെ സ്നേഹത്തോടെ തന്നെയാണ് ദൈവത്തോട് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് ദൈവത്തെ സേവിക്കണം, അല്ലെ സെർവ് ചെയ്യണം എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ വലിയ ഒരു ആഗ്രഹമാണ്. ബട്ട് ഇദ്ദേഹത്തിൻ്റെ ബ്ലൈൻഡ്നെസ് ഇദ്ദേഹത്തെ അതിന് അനുവദിക്കുന്നില്ല. ഇവിടെ അദ്ദേഹം സെമി കോളൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ ചേഞ്ച് ഇൻ ടോൺ ഫ്രം എ മൂഡ് ഓഫ് ബിറ്റർ ഫ്രസ്ട്രേഷൻ ടു എ മൂഡ് ഓഫ് സബ്മിഷൻ. അദ്ദേഹം ഇത്ര നേരം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഐസൈറ്റ് നഷ്ടപ്പെട്ട കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒക്കെ അദ്ദേഹത്തിനൊരു ഫ്രസ്ട്രേഷൻ ആയിരുന്നു അദ്ദേഹത്തിന് മനസ്സിലേക്ക് കടന്നു വരുന്നത്. ബട്ട് ഈ ദൈവത്തോട് ഇദ്ദേഹം ചോദിക്കുകയാണ്,
ദൈവം തന്നെ ബ്ലൈൻഡ് ആക്കിയതിന് ശേഷവും തന്നിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് വളരെ ഫോൺലി, വളരെ സ്നേഹത്തോടെ തന്നെ ചോദിക്കുകയാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ മൂഡ് ഫ്രസ്ട്രേഷനിൽ നിന്നും ഫുള്ളി സബ്മിഷനിലേക്ക് ദൈവത്തിൻ്റെ മുന്നിൽ കാഴ്ചവെക്കുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഫെയ്ത്താണ് കാണാനായിട്ട് സാധിക്കുന്നത്. ബട്ട് പേഷ്യൻസ് ടു പ്രിവെൻറ്റ് ദാറ്റ് മർമർ സൂൺ റിപ്ലൈസ്. അദ്ദേഹത്തിൻ്റെ പേഷ്യൻസ്, അദ്ദേഹത്തിൻ്റെ മനസാക്ഷി പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിന് റിപ്ലൈ കൊടുക്കുകയാണ്. അദ്ദേഹം ദൈവത്തോട് ചോദിക്കുകയാണ്, അല്ലേ, ലൈറ്റ് ഡിനൈ ചെയ്തതിന് ശേഷവും പഴയ പോലെ ആ ടാലൻസ് വിനിയോഗിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ പേഷ്യൻസ്, ഇദ്ദേഹത്തിൻ്റെ മനസാക്ഷി റിപ്ലൈ കൊടുക്കുകയാണ്. ഇവിടെ ഒരു പോയറ്റിക് ഡിവൈസ്, പേഴ്സണിഫിക്കേഷൻ എന്നുള്ള പോയറ്റിക് ഡിവൈസ് നമുക്ക് കാണാം. പേഷ്യൻസ് ആണ് റിപ്ലൈ ചെയ്യുന്നത്, ഇദ്ദേഹത്തിൻ്റെ മനസാക്ഷി. അപ്പം ഈ മനസാക്ഷി പേഷ്യൻസിനൊരു ഹ്യൂമൻ ക്വാളിറ്റി കൊടുത്തിരിക്കുകയാണ്. പേഷ്യൻസ് ഈസ് സ്പീക്കിംഗ് ഹിയർ. സോ ജോൺ മിൽട്ടൺ യൂസ്ഡ് personification here. That murmur soon replies, God does not need either man's work or his own gift. ടെക്സ്റ്റ് ബുക്കിൽ God doth not need എന്നാണ് അല്ലേ കണ്ടിരിക്കുന്നത്. DOTH എന്നുള്ളത് ഡസ് എന്നതിൻ്റെ ഓൾഡ് ഇംഗ്ലീഷ് ഫോമാണ് കേട്ടോ. ഡസ്. God does not need either man's work or his own gifts. ദൈവത്തിന് മനുഷ്യൻ്റെ വർക്കോ ഓഫറിങ്സോ ഗിഫ്റ്റ്സോ ഒന്നും ആവശ്യമില്ല. ഗോഡ് ഈസ് സെൽഫ് സഫിഷ്യൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹി ഡസ് നോട്ട് നീഡ് അവർ വർക്ക് ഓർ ദ ടാലൻസ് വിച്ച് ഹി ഗേവ് us. ദൈവം നമുക്ക് ടാലൻറ്റ് തന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ദൈവത്തിന് തിരിച്ചാവശ്യമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ജോൺ മിൽട്ടൻ്റെ പേഷ്യൻസ് തന്നെ റിപ്ലൈ കൊടുക്കുകയാണ്. Who best bear his mild yoke, they save him best. എന്നിട്ട് പറയാണ്, ദൈവത്തിന് നമ്മുടെ ഓഫറിങ്സോ അല്ലെ നമ്മുടെ ഗിഫ്റ്റ്സോ നമ്മുടെ ദൈവം തന്നിരിക്കുന്ന ടാലൻസോ ഒന്നും അല്ല തിരിച്ചു വേണ്ടത്. ഹു ബെസ്റ്റ് ബിയർ ഹിസ് മൈൽഡ് യോക്ക്, ദേ സേവ് ഹിം ബെസ്റ്റ്. ദൈവത്തിൻ്റെ നുകം അല്ലെ ദൈവം തരുന്ന കഷ്ടപ്പാടുകൾ ആരാണോ സന്തോഷത്തോടെ വഹിക്കാനായിട്ട് തയ്യാറാകുന്നത് അവരാണ് ദൈവത്തെ ഏറ്റവും കൂടുതൽ സേവിക്കുന്നത്, അല്ലേ, അവരാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യു ക്യാൻ ഓൾസോ സേവ് ഗോഡ് ബൈ അക്സെപ്റ്റിംഗ് ദ ബേർഡൻസ് പ്ലേസ്ഡ് ഓൺ യു. യോക്ക് എന്ന് പറഞ്ഞാൽ നുകം എന്നാണ് മലയാളത്തിന് അർത്ഥം വരുന്നത്. കർവ്ഡ് വുഡൻ ബാർ യൂസ്ഡ് ആസ് ഹാനസ്. ഇവിടെ ബേർഡൻസ് എന്ന അർത്ഥത്തിലാണ് യോക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ദ ബേർഡൻസ് ദാറ്റ് ഗോഡ് പ്ലേസസ് അപ്പോൺ us, പ്ലേസസ് അപ്പോൺ ഹ്യൂമൻ ബീങ്സ്. ഹിസ് സ്റ്റേറ്റ് ഇസ് കിങ്ലി. ദൈവത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈസ് എ കിങ് ഓർ ദീസ് ലൈൻസ് എംഫസിസ് ഗോഡ്സ് majesty or greatness. His patience is saying that his state is kingly. God is great. He does not need our work or our talents. We only want to serve him best, or we only want to bear his yoke. And in this line he's saying that why God is majestic, or why God's state is kingly. God's state is kingly എന്ന് പറഞ്ഞു അല്ലേ. എന്തുകൊണ്ടാണ് God's state is kingly എന്ന് പറയാൻ കാരണമെന്ന് നോക്കാം. Thousands at his bidding speed and post over land and ocean without rest. ദൈവത്തെ സേവിക്കാനായിട്ട് അല്ലെ ദൈവം തരുന്ന കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് ദൈവത്തെ സേവിക്കാനായിട്ട് ഒരുപാട് thousands at his bidding speed and post over land and ocean without rest. അപ്പം കരയിലും കടലിലും ആകാശത്തിലും എല്ലായിടത്തും ദൈവത്തെ സേവിക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ട്. ദൈവം തരുന്ന സഹനങ്ങളൊക്കെ ഏറ്റെടുത്ത് ദൈവത്തെ സേവിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. They also save who only stand and wait. അപ്പം each person has a place in life. Everyone has a purpose. അപ്പം ദൈവം എന്തൊക്കെ ദുരിതങ്ങൾ മനുഷ്യന് സമ്മാനിച്ചാലും ഓരോരുത്തരുടെയും ജീവിതത്തിനൊരു പർപ്പസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ ഇങ്ങനെ അവസ്ഥ ഉണ്ടാവാനായിട്ട് ഒരു പ്രത്യേക കാരണമുണ്ട്. ഈച്ച് പേഴ്സൺ ഹാസ് എ പ്ലേസ് ഇൻ ലൈഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയാണ് വെയിറ്റ് വിത്ത് കോൺസ്റ്റൻറ്റ് ലോയൽറ്റി ആൻഡ് ഫെയ്ത്ത്. ഇവിടെ ഒരു അല്യൂഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ബിബിളിക്കൽ അല്യൂഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ജെയിംസ് ചാപ്റ്റർ 5 വേർഡ് 11. വെയിറ്റ് വിത്ത് കോൺസ്റ്റൻറ്റ് ലോയൽറ്റി ആൻഡ് ഫെയ്ത്ത്. പ്രത്യാശിക്കുന്നവന് അല്ലെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവന് എന്ത് ലഭിക്കും
നന്മയായത് ജീവിതത്തിൽ വന്ന് ഭവിക്കും എന്നുള്ളതാണ്. ദേ ഓൾസോ സേവ് ഹൂ ഓൺലി സ്റ്റാൻഡ് ആൻഡ് വെയിറ്റ്. ദൈവത്തെ സേവിക്കുകയും ദൈവത്തിൻ്റെ യോക്ക് വഹിക്കുകയും അല്ലെങ്കിൽ ദൈവം തരുന്ന കഷ്ടപ്പാടുകളൊക്കെ സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നവർക്കാണ് കൂടുതൽ നന്മയായത് ജീവിതത്തിൽ സംഭവിക്കുക എന്നാണ് ജോൺ മിൽട്ടൺ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന്, ഇദ്ദേഹത്തിൻ്റെ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നും ഏറ്റവും അവസാനം ഒരു സബ്മിഷൻ, ഫുള്ളി സബ്മിഷൻ, ദൈവത്തിന് മുന്നിലൊരു സമർപ്പിക്കുന്ന സ്വന്തം വൈകല്യത്തെയും അല്ലെങ്കിൽ സ്വന്തം ടാലൻസിനെയൊക്കെ ദൈവത്തിന് മുന്നിൽ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു ജോൺ മിൽട്ടനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. Those angels who serve him just by standing and waiting patiently before God like Milton, God considers them two equally. അപ്പം എത്ര വൈകല്യങ്ങളുണ്ടായാലും ദൈവത്തിന് മുന്നിൽ ജോൺ മിൽട്ടനെ പോലെ വളരെ പേഷ്യൻ്റായിട്ട് കാത്തുനിന്ന് ദൈവത്തെ സേവിക്കുന്ന, അല്ലെങ്കിൽ എത്ര കഷ്ടപ്പാടുകളും എത്ര ബുദ്ധിമുട്ടുകളും ഉണ്ടായാലും ദൈവത്തിന് വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിക്കുന്നവരുടെ കൂടെ ദൈവം എന്നും ഉണ്ടാകും. ദൈവം എല്ലാവരെയും ഈക്വലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും ദൈവം ഈക്വലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദൈവത്തിന് ആവശ്യം നമ്മുടെ ടാലൻസോ അല്ലെ നമ്മുടെ കഴിവുകളോ നമ്മുടെ ഗിഫ്റ്റ്സോ ഓഫറിങ്സോ ഒന്നുമല്ല. ബട്ട് ദൈവം തരുന്ന ജീവിതം സന്തോഷത്തോടെ തന്നെ ജീവിക്കുക. അത് ഏതവസ്ഥയിലായാലും സന്തോഷത്തോടെ തന്നെ ജീവിക്കുക, അതാണ് വേണ്ടത് എന്നാണ് ജോൺ മിൽട്ടൺ ഈ ചെറിയ സോണറ്റിലൂടെ പറയുന്നത്. And we can see Milton's philosophy of life in this poem. Milton's philosophy of life is like, those who resign themselves obediently to the will and wishes of God are his best servants. നമ്മുടെ എൻഡിങ് പോർഷനിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ജോൺ മിൽട്ടൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഫിലോസഫിയാണ്. ദൈവത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ജീവിതം നന്നായിട്ട് ജീവിച്ച് തീർക്കുന്നവരാരാണോ അവരാണ് ദൈവത്തിൻ്റെ ഗുഡ് സെർവൻസ് ഓർ ബെസ്റ്റ് സെർവൻസ് എന്നുള്ളതാണ് ജോൺ മിൽട്ടൻ്റെ ഫിലോസഫി ഓഫ് ലൈഫ്. ആൻഡ് ദിസ് ഇസ് ദ പോം ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് ബൈ ജോൺ മിൽട്ടൺ. ദിസ് ഇസ് ആൻ ഓട്ടോബയോഗ്രഫിക്കൽ സോണറ്റ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.